കേരളത്തിൽ LDF വരുമെന്നും UDF വരുമെന്നും തൂക്കുസഭ വരുമെന്നൊക്കെ വലിയ വാർത്തകളുണ്ട്. സ്വാഭാവികമാണ്. സ്വപ്നം കാണാൻ ആർക്കും അവസരമുണ്ട്. അവരവരുടെ പക്ഷം പറയാനുള്ള സാധ്യതകളുണ്ട്. ചാനലുകളിൽ പോലും പക്ഷപാതിത്വമുള്ള, മാധ്യമങ്ങളിൽ പോലും പക്ഷപാതിത്വമുള്ള പുതിയ കാലത്ത് ആർക്കും എന്തും പറയാം. പെയ്ഡ് സർവേകളുടെ കാലമാണ്. അപ്പോൾ സ്വപ്നം കാണുന്നതിനും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതിനൊന്നും ഒരു പ്രയാസമുള്ള കാലഘട്ടമല്ല. എന്നാൽ അതിലുപരിയായി തുടക്കം മുതൽ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് മുതൽ തന്നെ ഒരു UDF ട്രെൻഡ് കേരളത്തിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ ആയിരിക്കും VD സതീശൻ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞത് 100 സീറ്റ് പിടിക്കും എന്നൊക്കെ പറഞ്ഞത്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനും UDFന് വലിയ അപ്പർ ഹാൻഡ് ഉണ്ടായി. അങ്ങനെ UDFനുണ്ടായ ഒരു ഓവർ കോൺഫിഡൻസ്, അമിതാവേശവും അമിതമായ ആത്മവിശ്വാസവും കാരണം ഞങ്ങളാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പല പേരുകളും ഇവിടെ പുറത്തു വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായി രംഗത്തുണ്ട്. അദ്ദേഹമാണ് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മാനേജരായി പ്രവർത്തിച്ച് ഇലക്ഷൻ മാനേജരായിരുന്നത്. അതിശക്തമായി അദ്ദേഹം നിലപാടുകളും പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം മുന്നിലുണ്ട്. എന്നാൽ അനുഭവ സമ്പത്ത് കൊണ്ടും വളരെ ചെറിയ പ്രായത്തിൽ മന്ത്രിയായതും ദേശീയ തലത്തിലൊക്കെ വളരെ അറിയപ്പെടുന്ന രമേശ് ചെന്നിത്തല രംഗത്തുണ്ട്. AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിരവധി വർഷം MLA ആയിരുന്നു. അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം രംഗത്തുണ്ട്. ഇവരെ 3 പേരുകളുമാണ് പ്രധാനമായി കേൾക്കുന്നത്. എന്നാൽ ഞാൻ ഇന്നിവിടെ പറയുന്നതും അവതരിപ്പിക്കുന്നതും എൻ്റെ കൂടി അനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ള മറ്റൊരു പേരാണ്. അങ്ങനെ ഒരു പേര് പറയാൻ കാരണം, അനുഭവ സമ്പത്തുക പരിശോധിച്ചാൽ, പാർട്ടികളിലെ പൊസിഷനുകൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഒരുപാട് മന്ത്രിസഭകളിൽ ഇരുന്നിട്ടുള്ള വ്യക്തിത്വത്തെ പരിശോധിച്ചാൽ, ഇരുന്ന മന്ത്രിസഭകളിലൊക്കെ വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കണക്കെടുത്താൽ, അഴിമതിയുടെ ഒരു ലെവലേശം പോലെ ഏറ്റിട്ടില്ലാത്ത, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ നാളിതുവരെ വിജയം മാത്രം കണ്ടിട്ടുള്ള, നിൽക്കുന്ന സ്ഥലത്തെല്ലാം വിജയിക്കുന്ന, ന്യൂജൻ കുട്ടികൾക്കുൾപ്പെടെ വളരെ പ്രിയപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ളൊരു നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എന്തുകൊണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കേണ്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ്. പല കാരണങ്ങൾ അതിനകത്തുണ്ട്, പല ഘടകങ്ങളുണ്ട്. ഞാൻ നിരവധി മന്ത്രിമാരോടൊപ്പം പൊസിഷനുകളിൽ ഇരുന്നിട്ടുണ്ട്. അതിൽ കുറച്ചു കാലം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കൂടെയും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയവും പ്രവർത്തന ശൈലിയും നേരിട്ട് കാണാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടെയാണ് ഞാൻ പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് 2012-14 കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അന്നാണ് TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെടുത്തിയുള്ള അതീവ ഗൗരവതരമായ കേരളത്തിലെ ഒരു കേസിനെ കൃത്യമായി വലിയ രാവണൻ കോട്ടയായിട്ടുള്ള CPMൻ്റെ രാവണൻ കോട്ടയിൽ കയറി പ്രധാനപ്പെട്ട പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ വലിയ സെക്രട്ടേറിയറ്റ് വളയൽ പരിപാടി ഉണ്ടായിരുന്നു CPMൻ്റെ നേതൃത്വത്തിൽ. വളരെ വലിയ പരിപാടിയായിരുന്നു. ആ പരിപാടിയെ വളരെ കൃത്യമായി ഒഴിവാക്കുകയും, അല്ലെങ്കിൽ പരിപാടി നടന്നതിന് ശേഷം അതിലാവശ്യമായ നടപടികൾ എടുത്തുകൊണ്ട് വലിയ ഒരു പ്രാഗൽഭ്യം കാണിക്കുകയുണ്ടായി. റവന്യൂ വകുപ്പിലുണ്ടായിരുന്നപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയെയും ആ സംവിധാനങ്ങളെയും മെച്ചപ്പെടുത്തിയത്. ILDM എന്ന് പറയുന്ന സ്ഥാപനത്തെ മെച്ചപ്പെടുത്തി. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള പഠിക്കുന്നതിന് വേണ്ടി കോട്ടയത്ത് ഒരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിന് ഇന്നത്തെ അവസ്ഥ പറയുന്നില്ല, അത് പിന്നെയുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ ഭരണമില്ലല്ലോ UDFന്. എന്തായാലും ആ സ്ഥാപനം തുടങ്ങി. നിരവധി റിഫോംസുകളാണ്. എവിടെയെല്ലാം അദ്ദേഹം തൊട്ടിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹം പൊന്നാക്കും. തനിക്ക് വ്യക്തിപരമായി പോലും വലിയ ഭീഷണി വന്നിട്ട് പോലും വനം കൊള്ളക്കാരെ നിശിതമായി കൈകാര്യം ചെയ്യുന്നതിന് വളരെ കാർക്കശ്യത്തോടുകൂടി പ്രവർത്തിച്ച വനം മന്ത്രിയാണ്. ഇതിനു മുമ്പേ അങ്ങനെ പ്രവർത്തിച്ച ഒരേ ഒരു വനം മന്ത്രി ഉണ്ടായിരുന്നുള്ളൂ, MP വീരേന്ദ്രകുമാർ. പക്ഷേ അദ്ദേഹത്തിന് 24 മണിക്കൂറേ വനം മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് സാന്ദർഭ്യമായി പറഞ്ഞതാണ്. അപ്പോൾ വലിയ തോതിലാണ് വനം വകുപ്പിൻ്റെ കൊള്ളക്കാരെ പിടിച്ചു നിർത്താനുള്ള പ്രവർത്തനങ്ങൾ
നടത്തിയത്. 2004, 2006 കാലഘട്ടത്തിൽ വാട്ടർ റിസോഴ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാനും ചെറിയ കാലം വാട്ടർ റിസോഴ്സിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെയും മറ്റ് സംവിധാനത്തിൻ്റെയൊക്കെ ചുമതലയിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി ജലനയം ഉണ്ടാകുന്നത് അതിൻ്റെ തുടക്ക ചർച്ചകൾ നടത്തുന്ന TM ജേക്കബാണ്. അദ്ദേഹം ജലവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ഇപ്പം മരിച്ചുപോയി, നമ്മോടൊപ്പമില്ല. എന്നാൽ അതിന് കൃത്യമായ രൂപവും ഭാവവും ഒക്കെ കൊടുത്ത് അതിനൊരുപാട് മുമ്പോട്ട് കൊണ്ടുപോയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പക്ഷേ അത് പ്രസിദ്ധീകരിക്കുന്നതും പിന്നെ കാരണം ചെറിയ കാലയളവേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഫൈനൽ രൂപമെടുത്തത് പിന്നെ തുടർന്ന് വന്ന NK പ്രേമേന്ദ്രൻ്റെ മന്ത്രിയുടെ കാലത്താണ്. ജലസാക്ഷരതാ പരിപാടികൾ തിരുവനന്തപുരത്തുകാർക്ക് നല്ല ഓർമ്മ കാണും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം തിരുവനന്തപുരം ചാരാച്ചിറ കുളത്തിൽ നിന്ന് തുടങ്ങി, പട്ടത്തിനടുത്തുള്ള ചാരാച്ചിറ, പ്ലാമൂട് ചാരാച്ചിറ കുളത്തിൽ തുടങ്ങി പത്മനാഭസ്വാമി ക്ഷേത്രം വരെ 4 കിലോമീറ്റർ ദൂരം ജനലക്ഷങ്ങളെയാണ് അന്ന് അണിനിരത്തി വലിയ ജലസാക്ഷരതാ പരിപാടി നടത്തി. ആ പരിപാടിയിൽ അതിൻ്റെ കേരളത്തിലാകെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം എല്ലാ സ്ഥലങ്ങളിലും നദികളുമായി ബന്ധപ്പെടുത്തി, പുഴകളുമായി ബന്ധപ്പെടുത്തി വലിയ ക്യാമ്പയിനാണ് നടത്തിയത്. ആ ക്യാമ്പയിൻ്റെ സംക്ഷിപ്ത രൂപം സോണിയാഗാന്ധിക്ക് വരെ കൊണ്ടുകൊടുക്കുകയും അവർ വരെ സോണിയാഗാന്ധി വരെ അഭിനന്ദിക്കുകയും ചെയ്തതായിട്ടും പിന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വലിയ സംവിധാനമാണ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞു ട്രാൻസ്പോർട്ടിൻ്റെ ഘടകങ്ങൾ കുറച്ചു കാലമുണ്ട്. ട്രാൻസ്പോർട്ട് ഇന്ന് കാണുന്ന ഈ KB ഗണേഷിൻ്റെ തള്ളിമറിക്കലൊന്നുമല്ല, വളരെ കൃത്യമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പരിസ്ഥിതി വകുപ്പിലുള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാന ക്ലൈമറ്റ് ചേഞ്ച് കാര്യമുണ്ടായിരുന്നത്. സിനിമാ വകുപ്പ് കുറച്ചു കാലം കൈകാര്യം ചെയ്തു. എന്തിന് പറയുന്നു, കൈകാര്യം ചെയ്യാത്ത സ്ഥലങ്ങളില്ലെന്നേ. ബാലജനസഖ്യം മുതൽ, മലയാള മനോരമയുടെ ബാലജനസഖ്യം മുതൽ തുടങ്ങിയതാണ്. KSUവിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു, കോൺഗ്രസിൻ്റെ KPCCയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര നടത്തിയിട്ടുണ്ട്, പദയാത്ര. എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഈ സോഷ്യൽ റീൽ തള്ളൊന്നുമല്ല ഇന്നത്തെ പോലത്തുള്ള പല യുവാക്കളുടെയും, ഞാനേ കുറ്റം പറയല്ലേ, സോഷ്യൽ റീൽ തള്ളിലല്ല നേതാവായത്. അങ്ങനെ വളരെ വലിയ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിഷൻ ചീഫ് വിപ്പായിരുന്നു, പ്രതിപക്ഷത്തിന് ചീഫ് വിപ്പായിരുന്നു, കോളേജിൽ ചെയർമാനായിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. എന്തിലില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ മതി. അടൂരിൽ നിരവധി വർഷങ്ങൾ ജയിച്ചിരുന്നു. അടൂർ പിന്നെ സംവരണ മണ്ഡലമായപ്പോൾ കോട്ടയത്തേക്ക് പോയി, കോട്ടയത്ത് തുടർച്ചയായി ജയിക്കുന്നു. അങ്ങനെ KSU ബാലജന സഖ്യത്തിൽ തുടങ്ങി KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ സംഘടനാ സെക്രട്ടറി ആവുകയും KPCCയുടെ ജനറൽ സെക്രട്ടറി വരെ ആവുകയും ചെയ്ത് വളരെ കേരള പ്രദേശ് കോൺഗ്രസിൽ 84 മുതൽ 2001 വരെ 17 വർഷക്കാലമാണ് KPCCയുടെ സെക്രട്ടറി ആയിരുന്നത്. എത്ര സൗമ്യമായ മുഖമാണ്. ആഭ്യന്തര വകുപ്പ് മുതൽ റവന്യൂ വകുപ്പ് മുതൽ ജലവിഭവ വകുപ്പ് മുതൽ വനം വകുപ്പ്, ട്രാൻസ്പോർട്ട് വകുപ്പ്, സിനിമാ വകുപ്പ്, എത്ര വകുപ്പുകളാണ് കൈകാര്യം ചെയ്തത്. എല്ലായിടത്തും വ്യത്യസ്തമായ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. വലിയ അനുഭവ സമ്പത്താണ്. ഇപ്പോൾ അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ്. ഒരു ഗ്രൂപ്പിൻ്റെയും ശക്തനായ വക്താവല്ല. എന്നാൽ ഉമ്മൻചാണ്ടിയോടൊപ്പമൊക്കെ അതിശക്തമായി നിലനിന്നിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലൊക്കെ വളരെ പെർഫോമൻസ് കാണിച്ചിട്ടുള്ള മന്ത്രിയാണ്. സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അതുപോലെ തന്നെ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ കുസാറ്റിലെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു 86-96. TP ചന്ദ്രശേഖരൻ്റെ പദവുമായി ബന്ധപ്പെടുത്തിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, കേരള രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് കൊണ്ടും രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടും നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്ത ആളെന്നുള്ള നിലയിലും ആ കൈകാര്യം ചെയ്ത വകുപ്പുകളിലൊക്കെ വ്യത്യസ്തമായ പരിപാടികൾ ചെയ്ത വ്യക്തിത്വം എന്നുള്ള നിലയിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന വ്യക്തി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പക്ഷെ ജയിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാകുമെന്ന കാര്യത്തിലും എനിക്ക് വലിയ സംശയമൊന്നുമില്ല. UDF വന്നാൽ അദ്ദേഹം മന്ത്രിയാകും. വളരെ പ്രധാനപ്പെട്ട വകുപ്പായിരിക്കും. ഇനിയിപ്പോൾ കൊടുക്കാനുള്ളത് ധനകാര്യം മാത്രമാണ്. മറ്റെല്ലാ വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്തു. ആഭ്യന്തര വകുപ്പ് വരെ കൈകാര്യം ചെയ്തു. എന്നാൽ എന്തുകൊണ്ട് ഒരു പ്രാവശ്യം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി പരിഗണിച്ചുകൂടാ എന്നൊരു ചോദ്യം കോൺഗ്രസ്സുകാർ ആലോചിക്കണം. ഈ മറ്റെല്ലാ കാര്യങ്ങളുമുണ്ട്, എന്നാൽ മുഖ്യമന്ത്രിയായി പരിഗണിക്കാൻ ഇന്ന് കോൺഗ്രസിൽ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. AK ആൻ്റണി കഴിഞ്ഞു. പിന്നെ VM സുധീരൻ പോലുള്ള വലിയ സീനിയർ നേതാക്കളുടെ പട്ടികയിൽ വരുന്ന രമേശ് ചെന്നിത്തലയും മോശമല്ല, VD സതീശനും മോശമല്ല, KC വേണുഗോപാലും മോശമല്ല. പക്ഷേ ഈ പല ഘടകങ്ങൾ, നമ്മളൊരു മെരിറ്റിൻ്റെ കാര്യങ്ങളും ഉണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ മെരിറ്റില്ല, രാഷ്ട്രീയത്തിൽ മറ്റൊരുപാട് ഘടകങ്ങളാണ് പലതും വരുന്നത്. സ്പോൺസർമാരും അതുപോലെ തന്നെ നമുക്ക് ഗോഡ് ഫാദർമാരും, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും മെരിറ്റിൻ്റെ ഒരു മെരിറ്റോക്രസി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രിയായി വരുത്തേണ്ടതാണ്. അങ്ങനെ വരുത്തിയാൽ
ഒരുപക്ഷെ മറ്റൊരു കേരളം, ഒരു പുതിയ കേരളം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അത്രമാത്രം കാഴ്ചപ്പാടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. വലിയ കാഴ്ചപ്പാടും വലിയ കാര്യപ്രാപ്തിയും കാര്യശേഷിയും അനുഭവ സമ്പത്തുമുള്ള, വളരെ ത്യാഗപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനം നിശബ്ദമായി നടത്തുന്ന, എന്നാൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി ആയിക്കൂടാ എന്നൊരു ചോദ്യമാണ് സുഭാഷിതം ചാനൽ പൊതുജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്.